ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളെ അടുത്ത് ടോപ്പിക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ടേബിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതിൽ സെൽ എന്താണ്, റോ എന്താണ്, കോളം എന്താണ്, എങ്ങനെയാണ് ടേബിളിലേക്ക് നമ്മുടെ വാല്യൂസ് കൊടുക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ. ഇനി നമുക്ക് ഇപ്പോൾ ഒന്നോ രണ്ടോ സെൽസിനെ ജോയിൻ ചെയ്യിപ്പിക്കണം, കമ്പൈൻ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്. ഇനി കമ്പൈൻ ചെയ്യിപ്പിച്ചതിനെ സ്പ്ലിറ്റ് ആക്കാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെയാണ് ഈ അടുത്ത നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ മാർജിങ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് മാർജിങ് എന്താണെന്ന്. മാർജിങ് എന്ന് വെച്ചാൽ നമ്മൾ ഒന്നിൽ കൂടുതൽ സെൽസിനെയോ നമ്മൾ കമ്പൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ മാർജിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് സെൽസ് ഉണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ടേബിളിൽ രണ്ട് സെൽസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് സെൽസിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ സെല്ലാക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, മാർജിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരൊറ്റ സെല്ലായിട്ട് കിട്ടുന്നതിനെയാണ് എന്ത്, മാർജിങ്. മാർജ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇതിനെ കമ്പൈൻ ചെയ്ത് ഒറ്റ സെല്ലാക്കുന്നതിന് നമ്മൾ മാർജിങ് എന്ന് പറയുന്നു. ഇനി ഇതിൻ്റെ റിവേഴ്സിനെയാണ് നമ്മൾ സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരു സിംഗിൾ സെല്ലിനെ സ്പ്ലിറ്റ് ചെയ്ത് ഒന്നിൽ കൂടുതലോ സെൽസ് ആക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സിംഗിൾ സെല്ലിനെ ഞാൻ രണ്ട് ഡിവിഷൻ കൊടുത്തു അല്ലേ, 3 ഡിവിഷൻ കൊടുത്തു. അങ്ങനെ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ. മാർജിങ് എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ രണ്ട് സെൽസിനെ രണ്ട് കൂടുതലോ സെൽസിനെ നമ്മൾ ഒരു എന്താ പറയുക, രണ്ട് കൂടുതൽ സെൽസിനെ കമ്പൈൻ ചെയ്ത് ഒരു സെല്ലാക്കുന്നതിനെയാണ് നമ്മൾ മാർജ് എന്ന് പറയുന്നത്. സ്പ്ലിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ എന്താ, ഒരു സെല്ലിനെ നമ്മൾ ഒന്നിൽ കൂടുതലോ സെൽസായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വേർഡിൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മെർജ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഏത് സെൽസിനെയൊക്കെയാണോ മെർജ് ചെയ്യേണ്ടത് അതിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതാണ് ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നത്. സെലക്ട് ദ സെൽസ് ടു ബി മെർജ്ഡ്. ക്ലിക്ക് ദ ലേഔട്ട് ടാബ്. ഇൻ ദ മെർജ് ഗ്രൂപ്പ് ക്ലിക്ക് മെർജ് സെൽ ഓപ്ഷൻ. അപ്പോൾ നമ്മൾ ഏത് ടാബാണ് ക്ലിക്ക് ചെയ്യേണ്ടത്, നമ്മൾ ലേഔട്ട് ടാബിൽ പോകുക. അവിടെ മെർജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് കാണാൻ പറ്റും. അതിൽ നമ്മൾ മെർജ് സെൽ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് കൂടുതലും സെൽസിനെ ഒറ്റ സെല്ലായിട്ട് കമ്പൈൻ ചെയ്യിക്കാൻ പറ്റും. ഇനി അടുത്തത് സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കി. ഏത് സെല്ലിനെയാണോ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക, ലേഔട്ടിലേക്ക് പോകുക, പിന്നെ മെർജ് ഗ്രൂപ്പിൽ സ്പ്ലിറ്റ് സെൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ സ്പ്ലിറ്റ് സെൽ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് വരും. അതിൽ ആ ഒരു സിംഗിൾ സെല്ലിനെ എത്ര കോളം എത്ര റോസ് ആക്കിയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മളവിടെ പറഞ്ഞു കൊടുക്കുക, ഓക്കെ അടിക്കുക. അപ്പോൾ ഓക്കെ അടിക്കുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ഒരു സിംഗിൾ സെല്ലായിരുന്ന ഒരു സെല്ല് അത് ഒന്നിൽ കൂടുതലോ സെല്ലായിട്ട് ഡിവൈഡ് ആയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് വേർഡിൽ ഈ രണ്ട് ഓപ്ഷൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മിസ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ടേബിൾ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ ഇൻസേർട്ട് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ, നമ്മൾ മെർജ് ചെയ്യാൻ പോവാം അല്ലേ. മെർജ് ചെയ്യാൻ പോകുന്നു. മെർജ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഏതൊക്കെ സെല്ലിനെയാണോ നമ്മൾ മെർജ് ചെയ്യേണ്ടത് ആ സെല്ലിനെ സെലക്ട് ചെയ്ത് ലേഔട്ട് ടാബ് ക്ലിക്ക് ചെയ്യണമെന്നല്ല ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതേപോലെ എനിക്ക് ഈ രണ്ട് സെൽസാണ് എനിക്ക് മെർജ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഞാനിതിനെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തു. ഇതിനെ രണ്ടിനെ മാത്രം ഒന്ന് സെലക്ട് ചെയ്തു. എന്നിട്ട് ഏത് ടാബാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്, ലേഔട്ട് ടാബാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ലേഔട്ട് ടാബിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ
ലേഔട്ട് ടാബ് ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് മെർജ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കാണാൻ പറ്റും. അതിൽ ഏതാ നമ്മൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ടത്? മെർജ് ചെയ്യാൻ വേണ്ടി മെർജ് സെൽസ്. അപ്പോൾ മെർജ് സെൽസ് കൊടുത്തപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഈ 2 സെല്ലായിരുന്നത് സിംഗിൾ സെല്ലായി മാറി. കണ്ടോ, ഇവിടെ 2 സെല്ലായിരുന്നു, അത് നമ്മൾ മെർജ് കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? മെർജ്ഡ് ഇൻറ്റു സിംഗിൾ സെൽ. അപ്പോൾ ഇത് സിംഗിൾ സെല്ലായിട്ട് കൺവേർട്ടായി. അപ്പോൾ ഇതാണ് മെർജിങ്. അപ്പോൾ ഒന്നിൽ കൂടുതലോ സെൽസിനെ നമുക്ക് സിംഗിൾ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം അതിനെ സെലക്ട് ചെയ്യുക, ലേഔട്ടിൽ പോവുക, അവിടെ മെർജ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ മെർജ് സെല്ല് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നമ്മൾ എന്താ ചെയ്യാനുണ്ട്? നമുക്കിനി ഈ ഒരു സെല്ലിനെ സ്പ്ലിറ്റ് ചെയ്യണം അല്ലേ? ഇതൊക്കെ ഒരു സിംഗിൾ സെല്ലായിരിക്കും അല്ലേ? അപ്പോൾ ഈ സിംഗിൾ സെല്ലിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഒന്നിൽ കൂടുതലോ സെൽസ് ആക്കണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സ്പ്ലിറ്റ് സെൽസ് അല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ആദ്യം ഞാൻ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് ലേഔട്ട് ടാബിൽ സ്പ്ലിറ്റ് സെൽ ഓപ്ഷൻ ഉണ്ട്, അത് ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു ഡയലോഗ് ബോക്സ് വന്നു. ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? നമ്പർ ഓഫ് കോളംസും റോസും പറഞ്ഞു കൊടുക്കാം. അവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ്, ഒരു ഡ്രോപ്പ് ഡൗൺ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? ആ ഒരു സിംഗിൾ സെല്ലിൽ എത്ര റോയും എത്ര കോളവും വേണമെന്ന് പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ 2 കോളം വേണമെന്നും 2 റോ വേണമെന്നും പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഓക്കെ കൊടുത്തു. അതാ നോക്കി, നമ്മുടെ സിംഗിൾ സെല്ലിൽ കൺവേർട്ടായി. നോക്കി, ഇവിടെ 2 റോയും വന്നു, 2 കോളവും വന്നു. കണ്ടോ, ഇത് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ വന്ന സംഗതിയാണ്. ഇപ്പോൾ മനസ്സിലായി എങ്ങനെയാണ് സ്പ്ലിറ്റും മെർജും ചെയ്യുന്നതെന്ന്? മെർജ് എന്ന് വെച്ചാൽ കമ്പൈൻ ചെയ്യുന്നു, സ്പ്ലിറ്റ് എന്ന് വെച്ചാൽ ഒരു സെല്ലിനെ നമ്മൾ ഒന്നിൽ കൂടുതലോ റോസും കോളും ഒക്കെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്നു. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്തതെന്ന് വെച്ചാൽ ഫോർമാറ്റിംഗ് എ ടേബിൾ. നമുക്കൊരു ടേബിൾ ഫോർമാറ്റ് ചെയ്യണം. ഫോർമാറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? നമുക്ക് കുറച്ച് നല്ലൊരു ഡിസൈൻ കൊടുക്കാം, ഒരു സ്റ്റൈൽ കൊടുക്കാം. പിന്നെ അതിൻ്റെ ബോർഡേഴ്സൊക്കെ നമുക്ക് പല കളറിൽ കൊടുക്കാം, ഷെയ്ഡിങ് കൊടുക്കാം, റോയുടെ ഹൈറ്റും കോളത്തിൻ്റെ വിഡ്ത്തൊക്കെ ചേഞ്ച് ചെയ്യാം. ഇതൊക്കെയാണ് ഫോർമാറ്റിങ്ങിൽ ഉദ്ദേശിക്കുന്നത്. നോക്കാം. ആഫ്റ്റർ ക്രിയേറ്റിംഗ് എ ടേബിൾ യു ക്യാൻ ഫോർമാറ്റ് ഇറ്റ് ഇൻ മെനി വേസ്. നമുക്ക് പല വേസിൽ അതിനെ ഫോർമാറ്റ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ, യു ക്യാൻ അപ്ലൈ ഡിഫറെൻറ്റ് സ്റ്റൈൽസ്. എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റൈൽസ് കൊടുക്കാം. പിന്നെ ചേഞ്ച് ദ റോ ഹൈറ്റ് ചേഞ്ച് ചെയ്യാം, ചേഞ്ച് ദ കോളം ഹൈറ്റ് ആൻഡ് ഡ്രോ ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു ടേബിളിനെ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഫോർമാറ്റ് ചെയ്യാൻ അതിൻ്റെ സ്റ്റൈൽ മാറ്റാൻ പറ്റും, റോയുടെ ഹൈറ്റ് മാറ്റാം, കോളത്തിൻ്റെ വിഡ്ത്ത് മാറ്റാം, ബോർഡേഴ്സും ഷെയ്ഡിങ്ങും ഒക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഓരോ ഫോർമാറ്റിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മളിനെ കാണുന്നത്. ആദ്യം എന്താ? നമ്മൾ ടേബിളിൻ്റെ സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ പോവാം. സ്റ്റൈൽ എന്ന് വെച്ചാൽ അതിൻ്റെ അപ്പിയറൻസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അപ്പിയറൻസ് എങ്ങനെ മാറ്റാം? അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും സ്റ്റെപ്സ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? നോക്കി, ക്ലിക്ക് എനിവെയർ ഇൻ ദ ടേബിൾ ഓർ സെലക്ട് ദ എൻറ്റയർ ടേബിൾ. ഇപ്പം നമുക്ക് ആ ടേബിളിൽ ഏതെങ്കിലും ഒരു ടേബിളിൽ സ്റ്റൈൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നിൽ നിങ്ങൾ ആ ടേബിളിൽ ഏതെങ്കിലും ഒരു സെല്ലിനെ സെലക്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു സെല്ലിനെ സെലക്ട് ചെയ്യുന്നതും ആ ടേബിൾ കംപ്ലീറ്റ് സെലക്ട് ചെയ്യുന്നതും ഒരേ എഫക്റ്റ്. എന്ന് വെച്ചാൽ ആ ടേബിൾ നമുക്ക് സെലക്ട് ചെയ്താലല്ലേ ആ ടേബിളിൽ നമുക്ക് സ്റ്റൈൽസ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ടേബിളിനെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നിൽ നിങ്ങൾ ഏതെങ്കിലും സെല്ലിൽ ക്ലിക്ക് ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ എൻറ്റയർ ടേബിൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഡിസൈൻ ടാബ് ക്ലിക്ക് ചെയ്യുക. ഡിസൈൻ ടാബിൽ നിങ്ങൾക്ക് ടേബിൾ ടൂൾസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ടേബിൾ സെലക്ട് ചെയ്തതിന് ശേഷം ഡിസൈൻ ടാബ് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ടേബിൾസ് ടൂൾസ് കാണാൻ പറ്റും. ആ ടേബിൾ ടൂൾസ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ടേബിൾസിൻ്റെ ഡിസൈൻസ് കാണാൻ പറ്റും. നിങ്ങളിത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത് കണ്ടോ, ഇത്രയും ടേബിൾസിൻ്റെ സ്റ്റൈൽസാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റൈല് നിങ്ങൾ ചൂസ് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇത്രയും കഴിയുമ്പോൾ തന്നെ എന്തായി? നമ്മുടെ ടേബിളിൻ്റെ സ്റ്റൈല് മാറും. ഓക്കെ, അപ്പോൾ സ്റ്റൈല് മാറുന്നത് നമുക്ക് നോക്കാം. ഇനി അടുത്തത് നമുക്ക് റോ ഹൈറ്റ് ആണ് അല്ലേ? റോ ഹൈറ്റ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഒരു റോയുടെ
ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഏത് റോയുടെ ആണോ ഹൈറ്റ് ചേഞ്ച് ചെയ്യേണ്ടത് ആ റോ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ആ റോയുടെ എവിടെയെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് ലേഔട്ട് ടാബിൽ പോകുക. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം, സെൽ സൈസ് ഗ്രൂപ്പിൽ നമുക്ക് ടേബിൾ റോ ഹൈറ്റ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നിങ്ങൾ ആ നമ്പേഴ്സ് ചേഞ്ച് ചെയ്യും. അപ്പം ടേബിൾ സെൽ സൈസിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. അതിൽ നിങ്ങൾ ഹൈറ്റാണ് മാറ്റേണ്ടതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ആ നമ്പർ ചേഞ്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് റോ ഹൈറ്റ് മാറ്റാൻ പറ്റും. ഓക്കെ, ഇനി കോളം ഹൈറ്റ് ആണെങ്കിൽ നമ്മൾ ഏത് കോളം വിഡ്ത്ത്, റോയുടെ ഹൈറ്റ് ചേഞ്ച് ചെയ്യാം, കോളത്തിൻ്റെ വിഡ്ത്തും ചേഞ്ച് ചെയ്യാം. അപ്പോൾ കോളം വിഡ്ത്താണ് ഇനി നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം, ഏത് കോളത്തിൻ്റെ ആണോ വിഡ്ത്ത് ചേഞ്ച് ചെയ്യേണ്ടത് ആ കോളം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഒന്നിൽ ഏതെങ്കിലും ആ കോളത്തിലുള്ള ഏതെങ്കിലും സെല്ലിനെ ആണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ലേഔട്ട് ടാബിൽ പോകുക. അവിടെ സെൽ സൈസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ടേബിൾ കോളം വിഡ്ത്ത് കാണാം. അതിലത്തെ വാല്യൂസ് ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിഡ്ത്ത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പം ആദ്യം സ്റ്റൈൽ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഈ എന്താ പറഞ്ഞത്, ഫസ്റ്റ് നമ്മളൊരു ടേബിളിൽ സ്റ്റൈൽ അപ്ലൈ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് നിങ്ങൾ ആ ടേബിളിലെ ഏതെങ്കിലും ഒരു സെല്ലിനെയോ ഇല്ലെങ്കിൽ എൻ്റയർ ടേബിളിനെയോ നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പം ഞാൻ എൻ്റയർ ടേബിൾ സെലക്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് അതിൽ ഡിസൈൻ കിട്ടും. ഡിസൈൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾ ഇവിടെ നോക്കിയാൽ നമുക്ക് ഇഷ്ടം പോലെ ടേബിൾ ഡിസൈൻസ് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കൊടുത്താൽ മതി. ആ ഒരു അപ്പിയറൻസും നമ്മൾ ടേബിളിന് കിട്ടും. അപ്പോൾ ഇതാണ് കൊടുത്തതെങ്കിൽ കണ്ടോ, ഓട്ടോമാറ്റിക്കലി ആ സ്റ്റൈല് നമ്മുടെ ടേബിളിന് വന്നു കഴിഞ്ഞു. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, ജസ്റ്റ് ടേബിൾ സെലക്ട് ചെയ്തു. അപ്പോൾ ഡിസൈൻ വന്നു. ഡിസൈനിൽ നമ്മൾ ഇഷ്ടമുള്ള ഡിസൈൻ നമുക്ക് കൊടുക്കാം. അങ്ങനെ നമുക്ക് ടേബിളിന് പുതിയൊരു സ്റ്റൈല് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടേബിൾ സ്റ്റൈല്. അപ്പോൾ ഇനി അടുത്തത് പറയാൻ വേണ്ടി മിസ് പുതിയൊരു ടേബിൾ കാണിച്ചു തരാം. ഇനി അടുത്ത നമ്മൾ പഠിക്കുന്ന ഏതാ, റോ ഹൈറ്റും വിഡ്ത്തും മാറ്റാനാണ് അല്ലേ. അപ്പം ഞാൻ പുതിയൊരു ടേബിൾ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇനി നമുക്ക് റോ ഹൈറ്റ് എങ്ങനെ ചേഞ്ച് ചെയ്യാം അത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ റോ ഹൈറ്റ് ആണെങ്കിൽ നമ്മൾ എന്താ വേണ്ടത്, ഏത് റോയുടെ ആണോ ഹൈറ്റ് ചേഞ്ച് ചെയ്യേണ്ടത് ആ റോ നിങ്ങൾ സെലക്ട് ചെയ്യുക അല്ലേ. അപ്പം മിസ് ഇപ്പോൾ ഫസ്റ്റ് റോ ആണ് എനിക്ക് അതിൻ്റെ ഹൈറ്റ് ചേഞ്ച് ചെയ്യേണ്ടത്. ഞാൻ ഫസ്റ്റ് റോ സെലക്ട് ചെയ്തു. ഇനി എന്താ ടെക്സ്റ്റിൽ പറഞ്ഞേ, ലേഔട്ട് ടാബിൽ പോകാൻ പറഞ്ഞു അല്ലേ. ലേഔട്ട് ടാബിൽ പോയിട്ട് സെൽ സൈസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇവിടെ ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ ലേഔട്ട് ടാബിൽ വന്നു. സെൽ സൈസിൽ വന്നപ്പോൾ ഇവിടെ ഹൈറ്റ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടി. അപ്പോൾ റോയുടെ ആണെങ്കിൽ ഹൈറ്റാണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്, കോളത്തിൻ്റെ ആണെങ്കിൽ വിഡ്ത്തും. അപ്പം ഈ സെൽ സൈസിൽ നമ്മൾ ഹൈറ്റ് വന്നിട്ടുണ്ട്. ഹൈറ്റിൽ ഈ നമ്പർ മാറ്റി കൊടുക്കുമ്പോൾ നമുക്ക് ഹൈറ്റ് വ്യത്യാസം കാണിക്കും കണ്ടോ. അപ്പോൾ ഹൈറ്റ് കൂടി, ഇപ്പോൾ ഹൈറ്റ് നല്ലോണം കുറഞ്ഞു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഹൈറ്റ് എത്തുമ്പോൾ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റോയുടെ ഹൈറ്റ് ചേഞ്ച് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്, കോളത്തിൻ്റെ വിഡ്ത്ത് ചേഞ്ച് ചെയ്യാനല്ലേ. ഇപ്പോൾ ഏത് കോളത്തിൻ്റെ ആണോ നിങ്ങൾക്ക് വിഡ്ത്ത് ചേഞ്ച് ചെയ്യേണ്ടത് ആ കോളം നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് ലാസ്റ്റ് കോളത്തിൻ്റെ ആണ് വിഡ്ത്ത് ചേഞ്ച് ചെയ്യേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ ആ കോളം സെലക്ട് ചെയ്ത് കൊടുക്കുക. ലേഔട്ടിൻ്റെ അകത്ത് സെൽ സൈസ്, നിങ്ങളൊരു ടേബിൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ടേബിൾ ടൂൾ എന്ന് പറയുന്ന ഒരു ടാബ് ഓപ്പണായി വരും. ആ ടേബിൾ ടൂളിലെ ഡിസൈനും ലേഔട്ടുമാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. പ്രത്യേകം അത് നോട്ട് ചെയ്യുക. നമ്മളൊരു ടേബിൾ സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ടേബിൾ ടൂൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിലത്തെ ഡിസൈനും ലേഔട്ടുമാണ് നമ്മൾ ടേബിളിൻ്റെ ഫോർമാറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കോളം നമ്മൾ സെലക്ട് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്, കോളത്തിൻ്റെ വിഡ്ത്താണ് മാറ്റേണ്ടത്. അതിനു വേണ്ടി ഞാൻ ഈ വിഡ്ത്തിൻ്റെ നമ്പർ മാറ്റി കൊടുത്തു. കുറയ്ക്കുമ്പോൾ കോളത്തിൻ്റെ വിഡ്ത്തും കുറയും, കൂട്ടുമ്പോൾ കോളത്തിൻ്റെ വിഡ്ത്ത് കൂടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോളത്തിൻ്റെ ഹൈറ്റും റോയുടെ ഹൈറ്റും
കോളത്തിൻ്റെ വിഡ്ത്തും ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലായാലും ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു, എങ്ങനെ സെൽസ് മെർജ് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം എന്നുള്ളത് പഠിച്ചു. പിന്നെ എന്ത് പഠിച്ചു, നമ്മൾ ഫോർമാറ്റിംഗാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ആദ്യം നമ്മൾ സ്റ്റൈല് ചേഞ്ച് ചെയ്യാൻ പഠിച്ചു, ഇപ്പോൾ റോയുടെ ഹൈറ്റ് ചേഞ്ച് ചെയ്യാൻ പഠിച്ചു, കോളത്തിൻ്റെ വിഡ്ത്ത് മാറ്റാനും പഠിച്ചു. ഇനി അടുത്ത എന്താ പഠിക്കുന്നത്, ഫോർമാറ്റിങ്ങിൽ ഇനി അടുത്തത് അപ്ലൈ ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ്. നമ്മൾ ടേബിളിൽ നമുക്ക് ബോർഡറും ഷെയ്ഡിങ്ങും കൊടുക്കാൻ പറ്റും. ബോർഡർ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം എന്താ നമ്മുടെ ബോർഡർ, നമ്മുടെ ടേബിളിൻ്റെ ബോർഡർ എന്ന് പറയുന്നത് ബ്ലാക്ക് അല്ലേ. ഇപ്പം ഈ വര കണ്ടോ, ഇപ്പം ഇതാണ്, ഈ വരകളെയാണ് നമ്മൾ ബോർഡർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇപ്പം നമ്മുടെ ടേബിളിൻ്റെ ബോർഡറിൻ്റെ കളറ് ബ്ലാക്കാണ്. അപ്പം നമുക്ക് ഈ ബ്ലാക്ക് കളറ് നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും, കളറ് മാറ്റാം, പിന്നെ അതിൻ്റെ തിക്നെസ് മാറ്റാം. ബോർഡറിന് ഇപ്പം നല്ല തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റി കൊടുക്കാം. അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് നമുക്കുണ്ട്. അപ്പം നമ്മൾ ബോർഡർ ചേഞ്ച് ചെയ്യാം. അതേപോലെ ഷെയ്ഡിങ്, അപ്പോൾ ഷെയ്ഡിങ് ആയിട്ട് നമുക്ക് കളേഴ്സ് കൊടുക്കാൻ പറ്റും. ഒരു ഷെയ്ഡ് കാണിക്കുന്ന രീതിയിൽ നമുക്ക് കളേഴ്സ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്സ് നോക്കാം കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, സെലക്ട് ദ സെൽസ് ഓൺ വിച്ച് യു വോണ്ട് ടു അപ്ലൈ എ ബോർഡർ ഓർ സെലക്ട് ദ എൻ്റയർ ടേബിൾ. അപ്പോൾ നമുക്ക് എവിടെയാണോ ഒരു ബോർഡർ അപ്ലൈ ചെയ്യേണ്ടത് അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ആ ഒന്നിൽ ടേബിൾ കംപ്ലീറ്റ് സെലക്ട് ചെയ്യിക്കോ, അല്ലെങ്കിൽ സെല്ല് സെലക്ട് ചെയ്താലും മതി. എന്നിട്ട് ഡിസൈൻ ടാബ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, അതിന് ടേബിൾ ടൂൾസ് നിങ്ങൾ എടുക്കുക. ഓക്കെ, ഇപ്പോൾ ഡിസൈൻ ടാബിൽ അതായത് നമ്മുടെ സെല്ല് സെലക്ട് ആകുമ്പോൾ തന്നെ ടേബിൾസ് ടൂൾസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടാവും. അതിനുള്ളിലെ ഡിസൈനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞ് അവിടെ ബോർഡർ ഗ്രൂപ്പ് ഉണ്ടാവും. അതിൽ നിങ്ങൾ ബോർഡേഴ്സ് എന്ന് പറയുന്ന ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്യുന്നു. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബോർഡർ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ക്ലിക്ക് ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ്. ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ് ഡയലോഗ് ബോക്സ് അപ്പിയേഴ്സ്. ക്ലിക്ക് ബോർഡർ ടാബ്, ദെൻ ചൂസ് ഓപ്ഷൻ യു വാണ്ട്. അപ്പോൾ നമ്മൾ ബോർഡർ ടാബ് വന്നു കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണം, നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസ് കൊടുക്കാം. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, സെലക്ട് എ ബോർഡർ സെറ്റിംഗ് ഫ്രം ദ സെറ്റിംഗ് ഓപ്ഷൻ. നമ്മൾ ബോർഡർ സെറ്റിങ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് കട്ടിയുള്ള വര വേണം, അല്ലെങ്കിൽ ഡോട്ടഡ് ലൈനാണോ വേണ്ടത്, പ്ലെയിൻ ലൈനാണോ വേണ്ടതെന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അത് കഴിഞ്ഞ് ലൈനിൻ്റെ കളറ് പറഞ്ഞു കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മളതിൻ്റെ വിഡ്ത്തൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇത്രയും നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ ബോർഡർ സെറ്റായി വരും. ഇനി ഷെയ്ഡിങ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയ്ഡിങ് ടാബ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഷെയ്ഡിങ് കൊടുക്കുമ്പോൾ ഏത് കളറാണോ വേണ്ടത് അതും നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഇപ്പം നമുക്ക് ആ ഷെയ്ഡിങ് വേണ്ടെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാവും. അപ്പോൾ നമ്മൾ കാണിക്കുമ്പോൾ അത് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, വേർഡ് എടുത്തു. ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ബോർഡറാണ് അല്ലേ, ബോർഡറും ഷെയ്ഡിങ്ങും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഏതെങ്കിലും ഒരു സെല്ല് ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് ടേബിൾ ടൂൾസ് ഇവിടെ വന്നു. അതിൻ്റെ ഡിസൈൻ ടാബ് നമ്മൾ ക്ലിക്ക് ചെയ്തു. ഇവിടെ ബോർഡേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ, അങ്ങനെയല്ല ടെക്സ്റ്റിൽ പറഞ്ഞത്, ബോർഡേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ബോർഡർ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ഡ്രോപ്പ് ഡൗൺ ഉണ്ടാവും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ബോർഡേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ ഇതിലേതാണോ നിങ്ങൾക്ക് ബോർഡർ വേണ്ടത്, ഇപ്പോൾ ബോർഡർ സാമ്പിളറൊന്നും നിങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല. ബോർഡർ ഏത് വേണമെന്ന് വെച്ചാൽ അത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം ഇവിടെ നമുക്ക് കളർ ഇപ്പം തിക്കാക്കണമെങ്കിൽ തിക്കാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏത് സൈസിന് നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് ബോർഡേഴ്സിനെ സെറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ ബോർഡേഴ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നോക്കി നമ്മളിവിടെ ബോർഡർ സ്റ്റൈൽസ് ബോർഡേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഈ ഐക്കൺസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ബോർഡേഴ്സ് കാണാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ് ഇപ്പം നിങ്ങൾക്ക് ഈ ബോക്സ് മോഡലാണ് വേണ്ടതെങ്കിൽ ഏത് മോഡലാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ആദ്യം നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഇതാണ് വേണ്ടതെങ്കിൽ അത് ചൂസ് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ സ്റ്റൈൽസ് കൊടുക്കണം. ഇപ്പം നിങ്ങൾക്ക് ഡാർക്കായിട്ടുള്ള ബോർഡേഴ്സ് ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് കളർ കൊടുക്കാൻ പറ്റും.
അപ്പം നമ്മൾ കളറ് സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കളറിൽ നമ്മൾ ടേബിൾ കാണാൻ പറ്റും. ഓക്കെ, അപ്പം എന്ത് ചെയ്തു, നമ്മൾ സെല്ല് സെലക്ട് ചെയ്യുന്നു, ടേബിൾ ടൂൾസിൽ ഡിസൈൻ എടുക്കുന്നു, അവിടെ ബോർഡേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ബോർഡർ കൊടുക്കാം. ഇനി അടുത്തത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ബോർഡർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ബോക്സ് ആണെങ്കിൽ ബോക്സ്, 3D ആണെങ്കിൽ 3D അതും കൊടുക്കാൻ പറ്റും. ഓക്കെ, 3D വേണമെങ്കിൽ 3D ആയിട്ടുള്ള ഒരു 3D കൊടുക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റ് ഇങ്ങനെയായിരിക്കും കേട്ടോ. അപ്പം ഇനി അടുത്ത നമ്മൾ ഷെയ്ഡിങ്ങിനും ഇതേ കളറ്, ഇതേ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇപ്പം നോ കളറാണ്, ഇപ്പോൾ ഷെയ്ഡിങ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു ബ്ലൂ കളർ കൊടുക്കാം. അപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ, ബ്ലൂ കളർ കൊടുത്തു. അപ്പോൾ ഇതെങ്ങനെ വരും കണ്ടോ, അതിൻ്റെ ഉള്ളിൽ ഷെയ്ഡ് വന്നു. ഇപ്പോൾ 3D എഫക്ട്സ് ഒക്കെ, അപ്പം നമുക്ക് ഇഷ്ടമുള്ള എഫക്ട്സ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഏത് എഫക്റ്റ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഷെയ്ഡിങ് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കതിനെ മാറ്റാനും പറ്റും കേട്ടോ. ഇപ്പോൾ നോ കളർ കൊടുത്താൽ ഒരു ഷെയ്ഡിങ് അവിടെ വരില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഷെയ്ഡിങ് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. ഇനി അടുത്തത് ചേഞ്ചിങ് ദ അലൈൻമെൻറ്റ് ഓഫ് ടെക്സ്റ്റ്. അലൈൻമെൻറ്റ് ഓഫ് ടെക്സ്റ്റ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് ടേബിളിൽ വാല്യൂസ് കൊടുക്കാൻ വേണ്ടിയല്ലേ. അപ്പോൾ ഈ വാല്യൂസിൻ്റെ അലൈൻമെൻറ്റ് അതെങ്ങനെ അപ്പിയർ ചെയ്യണം എന്നുള്ളത് നമുക്ക് അലൈൻമെൻറ്റ് വെച്ചാൽ അതിൻ്റെ ഇപ്പം നമുക്ക് സെൻറ്ററിലോട്ട് മാറ്റണോ, ഏത് വശത്തേക്കാണ് നിൽക്കേണ്ടതെന്നുള്ളതാണ് ഈ അലൈൻമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, സെല്ല് നമ്മൾ ക്ലിക്ക് ചെയ്യണം, ടെക്സ്റ്റുള്ള സെല്ല് ക്ലിക്ക് ചെയ്യണം, ലേ ഔട്ട് ക്ലിക്ക് ചെയ്യണം. അതിൽ നമുക്ക് അലൈൻമെൻറ്റ് ഗ്രൂപ്പ് ഉണ്ട്, അതിലത്തെ ടെക്സ്റ്റ് അലൈൻമെൻറ്റ് ഏതാണെന്ന് വെച്ചാൽ നമുക്കത് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് നമുക്കിവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പം റോൾ നമ്പർ, ഡിവിഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കാമെന്ന് വെച്ചോ. ഇവിടെ നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ എന്ത് മാറ്റണം, അലൈൻമെൻറ്റ് മാറ്റണം. അതിനുവേണ്ടി എനിക്ക് ഈ സെല്ലിലെയാണ് മാറ്റേണ്ടതെങ്കിൽ ഈ സെല്ല് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ലേ ഔട്ട് ടാബ് എടുത്തു. ലേ ഔട്ട് ടാബിൽ അലൈൻമെൻറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് കണ്ടോ, അലൈൻമെൻറ്റ്. അതിലത്തെ നമ്മൾ അലൈൻമെൻറ്റ് എടുക്കുക. അപ്പോൾ നമ്മൾ ഏത് സെലക്ട് ചെയ്യണോ ആ രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ മാറ്റാൻ പറ്റും. ഇപ്പോൾ ഇഷ്ടമുള്ള ഇവിടെ കുറേ അലൈൻമെൻറ്റ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഡയറക്ഷനിലാണോ നമ്മൾ ടെക്സ്റ്റ് ഇരിക്കേണ്ടത് ആ ഡയറക്ഷനിൽ നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടോ, ഞാനത് സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുത്തിരിക്കുന്നത്, അങ്ങനെ എനിക്കത് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അലൈൻമെൻറ്റ് എന്ന് വെച്ചാൽ ആ ടെക്സ്റ്റിൻ്റെ ഡയറക്ഷൻ, അപ്പോൾ അത് സെൻറ്ററിലിരിക്കണോ, സൈഡിലിരിക്കണോ, ടോപ്പിലിരിക്കണോ, ബോട്ടമിലിരിക്കണോ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അത് നമ്മൾ പറഞ്ഞു കൊടുക്കാം. ഏത് സെല്ലിൽ ടെക്സ്റ്റിൻ്റെ അലൈൻമെൻ്റ് ആണ് മാറ്റേണ്ടത് ആ സെല്ല് നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ലേ ഔട്ട് ക്ലിക്ക് ചെയ്യുക. ലേ ഔട്ടിൽ നിങ്ങൾക്ക് അലൈൻമെൻറ്റ് ഓപ്ഷൻസ് ഉണ്ടാവും. ആ അലൈൻമെൻറ്റ് ഓപ്ഷൻസിന് ഇഷ്ടമുള്ള എലമെൻറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അലൈൻമെൻറ്റ് മാറ്റുന്നത്. ഇനി അടുത്ത ടോപ്പിക്ക് എങ്ങനെയാണ് പിക്ചേഴ്സ് നമുക്ക് ടേബിളിൽ, അതായത് ടേബിളിൻ്റെ ഒരു സെല്ലിൽ ഒരു പിക്ചേഴ്സ് നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ചില ടേബിളിൽ നമുക്ക് പിക്ചേഴ്സ് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഏരിയ വരില്ലേ. ഓക്കെ, അപ്പോൾ അവിടെ എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നതെന്നാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അതിനെന്താ വേണ്ടത്, ക്ലിക്ക് ഇൻ ദ സെൽ വേർ യു വോണ്ട് ടു ഇൻസേർട്ട് എ പിക്ചർ. നമുക്ക് ഏത് സെല്ലിലാണ് പിക്ചർ ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളത് ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് ഇൻസേർട്ട് ടാബ് നമ്മൾ ക്ലിക്ക് ചെയ്യണം. ഇൻസേർട്ട് ടാബിൽ ഇല്ലുസ്ട്രേഷൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്, അതിൽ പിക്ചർ ഓപ്ഷൻസും ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെ ചെയ്യണം, ഏത് സെല്ലിലാണോ നമുക്ക് ഒരു പിക്ചറിനെ കൊണ്ടുവരേണ്ടത് ആ സെല്ല് ക്ലിക്ക് ചെയ്യുക, ഇൻസേർട്ട് ടാബ് ക്ലിക്ക് ചെയ്യുക. അവിടെ ഇല്ലുസ്ട്രേഷൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, ആ ഗ്രൂപ്പിലാണ് പിക്ചർ ഓപ്ഷൻ ഉള്ളത്. പിക്ചർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലുള്ള പിക്ചേഴ്സിനെ അത് കാണിച്ചു തരും. അവിടെ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണത്തിനെ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സെല്ലിൽ ആ പിക്ചർ വരും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ടേബിൾ എടുത്തു, എനിക്കിപ്പോൾ ഈ സെല്ലിലാണ് എനിക്ക് പിക്ചർ വരേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻസേർട്ട് ടാബിൽ പോകണം. ഇൻസേർട്ട് ടാബിൽ ഇല്ലസ്ട്രേഷൻസ് നിങ്ങൾ കണ്ടോ, ഇല്ലസ്ട്രേഷൻസിൽ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഒരു
ടാബ് കിട്ടും, അതെടുക്കാം. ഇപ്പം മിസ്സിൻ്റെ സിസ്റ്റത്തിലധികം പിക്ചേഴ്സൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ ഇഷ്ടമുള്ളൊരു പിക്ചർ ഇതാണ് വേണ്ടതെങ്കിൽ ഇത് സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പോൾ നമുക്കതിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഈ സെല്ലിൽ നമ്മൾ ഇരിക്കുന്ന രീതിയിൽ അതിനെ ഒന്ന് ചെറുതാക്കി കൊടുത്താൽ അത് ആ സെല്ലിലിരുന്നോളൂ. ഓക്കെ. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പിക്ചേഴ്സിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്താ നമ്മൾ ചെയ്തത്, ഏത് സെല്ലിലാണോ നമുക്കൊരു പിക്ചർ വരുത്തേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഇൻസേർട്ട് ടാബ് എടുത്തു. ഇൻസേർട്ട് ടാബിൽ ഇല്ലസ്ട്രേഷൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതിൽ പിക്ചേഴ്സ് ഉണ്ട്. പിക്ചർ എടുത്തു, നമുക്കിഷ്ടമുള്ള പിക്ചേഴ്സിനെ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തപ്പോൾ ആ സെല്ലിൽ എന്ത് വന്നു, നമ്മൾ സെലക്ട് ചെയ്ത പിക്ചർ വന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കുക. നിങ്ങളുടെ കയ്യിൽ സിസ്റ്റം ഒക്കെ ഉള്ളവർ ഇത് ചെയ്ത് നോക്കുക. ഡൗട്ട് ക്ലിയർ ആയിട്ട് ചോദിക്കുക. പിന്നെ നിങ്ങൾ എപ്പോഴും ഈ വീഡിയോ കാണുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ നോക്കുക കേട്ടോ. താങ്ക് യു.